നമസ്കാരം. ഇരകൾക്ക് നീതി ലഭ്യമാകണമെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ തീരൂ. കുറ്റവാളികളെ സംരക്ഷിക്കുന്നവരും കുറ്റവാളികളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്രൈംബ്രാഞ്ച് ആരംഭിക്കും. വിവാദ വ്യവസായി നിസാം കാറടിച്ചു കൊലപ്പെടുത്തിയ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തതിന് സിഐക്കെതിരെ കേസ്. പേരാമംഗലം സിഐ ബിജുകുമാറിനെതിരെയാണ് ലോകായുക്ത കേസെടുത്തിരിക്കുന്നത്. മരണമൊഴി രേഖപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ചന്ദ്രബോസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. ഇതിനിടെ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വിവാദ വ്യവസായി നിസാം കാറടിച്ച് കൊലപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താത്തത് വിവാദമാകുന്നു. ഇത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആരോപണം. ഇതിനിടെ മരണമൊഴി രേഖപ്പെടുത്താത്ത സിഐ ബിജുകുമാറിനെതിരെ ലോകായുക്ത സ്വമേധയാ കേസെടുത്തു. അതേസമയം മരണമൊഴി രേഖപ്പെടുത്താത്ത പോലീസ് നടപടിയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ന്യായീകരിച്ചു. പക്ഷേ ഹൈ സെഡേഷൻ അല്ലായിരുന്നു ഈ പേഷ്യൻ്റ്. അദ്ദേഹം സ്വമേധയാ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി കൊടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. ഡോക്ടർമാരുടെയും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരുടെയും നിരന്തരമായി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് പേഷ്യൻറ്റിൻ്റെ ഈ അൺസ്റ്റേബിൾ പൊസിഷൻ കൊണ്ടായിരുന്നു. കാരണം കൂടുതൽ സെഡേഷൻ കൊടുത്തതുകൊണ്ടായിരുന്നു ഈ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻ ഉണ്ടായത്. അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതർ ഇടപെടുന്നുവെന്ന വാർത്തകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിന്റെ ഭാര്യയും മകനും നിസാമിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടും ആഭ്യന്തരമന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല. ഇയാളുടെ പേരിലോ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറ. ഏതായാലും നമ്മുടെ കാലത്തോട് ഞാൻ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം എടുത്ത് ഒരു കേസ് ഇയാളെ വെറുതെ വിട്ടിട്ടില്ല. ഞാനതെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ പറയുന്നത്. ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിസാമിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകാൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദ വ്യവസായി നിസാമുമായി ഒരു കോൺഗ്രസ് നേതാവിനും ബന്ധമില്ലെന്ന് KPCC വക്താവ് MM ഹസൻ പറഞ്ഞു. അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തില്ലെന്നും MM ഹസൻ ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിവാദ വ്യവസായി നിസാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തൃശൂർ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജില്ലാ പോലീസ് മേധാവി നിശാന്തിനെ ചന്ദ്രബോസിനെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. നിസാം രാഷ്ട്രീയ സ്വാധീനവും പണവും ഉപയോഗിച്ച് ഹൈക്കോടതിയിലെ കേസുൾപ്പെടെ നിരവധി കേസുകൾ ഒത്തുതീർപ്പാക്കിയ വിവരം പ്രോസിക്യൂട്ടർ KB രവീന്ദ്രനാഥൻ കോടതിയെ ബോധിപ്പിച്ചു. ജാമ്യം ലഭിച്ചാൽ രാഷ്ട്രീയ സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് തന്നെ ഇല്ലാതാക്കാനും മുഹമ്മദ് നിസാമിന് കഴിയുമെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി സുധീന്ദ്രകുമാർ നിസാമിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രോസിക്യൂട്ടർ KB രവീന്ദ്രനാഥൻ നേരത്തെ ഉണ്ടായിരുന്ന കൊലപാതക ശ്രമത്തിനുള്ള സെക്ഷൻ 307 അത് കുറവ് ചെയ്യാനും കൊലക്കുറ്റത്തിനുള്ള 302 ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് കൂട്ടിച്ചേർക്കാനും വേണ്ടി കുന്നംകുളം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നിവിടെ കോടതിയിൽ ജാമ്യാപേക്ഷ കേൾക്കുന്നതിന് മുൻപ് തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഫയൽ ചെയ്തു. മരിക്കും മുമ്പ് ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്താതിരുന്ന പോലീസിന്റെ വീഴ്ച വിവാദമായതോടെ കേസന്വേഷിക്കുന്ന പേരാമംഗലം CI ബിനുകുമാറിനെതിരെ ലോകായുക്ത കേസെടുത്തു. സംഭവം നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും ബന്ധുക്കളോടോ ചന്ദ്രബോസിനെ ചികിത്സിച്ച ഡോക്ടർമാരോടോ പോലീസ് വിശദീകരണം തേടാതിരുന്നതും ചർച്ചയായി. ഇതോടെ ചന്ദ്രബോസ് ചികിത്സയിൽ കഴിഞ്ഞ ആശുപത്രിയിലെത്തി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിശാന്തിനെ ഡോക്ടർമാരുടെ മൊഴിയെടുത്തു. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിലും നീക്കത്തിലും ദുരൂഹതയുണ്ടെന്ന് കണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. തൃശൂരിൽ നിന്നും ക്യാമറാമാൻ PP സലീമിനൊപ്പം RK ജയപ്രകാശ്. അതേസമയം കൊല്ലപ്പെട്ട ചന്ദ്രബോസ് തങ്ങളോട് സംസാരിച്ചിരുന്നതായി ബന്ധുക്കൾ പീപ്പിൾ TVയോട് പറഞ്ഞു. പോലീസിന്റെ നടപടി ദുരൂഹമാണ്. നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച കമ്മീഷണറെ മാറ്റിയതിലും സംശയമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ചന്ദ്രബോസാന്റെ ഭാര്യയോട് ജംദീച്ചോട് സംസാരിച്ചിരുന്നു, മകനോട് സംസാരിച്ചിരുന്നു, മകളോട് സംസാരിച്ചിരുന്നു, പെങ്ങളോട് സംസാരിച്ചിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു. ഇതിലൊന്നും കൂടുതൽ തെളിവ് എന്താ വേണ്ടത്? ആശുപത്രിയിൽ പോലീസുകാർ മൊഴിയെടുക്കാൻ വരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കയറ്റി എന്നറിഞ്ഞപ്പോ ഒരു നാടകമാതിരി പോലീസുകാർ വന്നു. വെന്റിലേറ്ററിൽ കയറ്റിയുള്ള ബോസാറിനോട് എന്ത് സംസാരിക്കാനാണ്? ഈ മരണം നടക്കണേല് 2 ദിവസം മുന്നേ വരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ആ മാറിപ്പോയ കമ്മീഷണർ നല്ല രീതിയിൽ പോലീസ് അന്വേഷണം നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പകിടമറിമാരി പോലീസ് മാറ്റുകയും മറ്റുള്ള ആളുകളെ വരികയും അപ്പൊ നമ്മളെമാരിയുള്ള സാധുക്കളായ പാവപ്പെട്ടവർക്ക് തോന്നുന്ന എന്താണ്? സംശയത്തിന്റെ ഒരു തന്നെയാണ്.
സമ്പന്നതയുടെ അഹങ്കാരത്തിന് മുന്നിൽ പാവപ്പെട്ടവനെ എന്തും ചെയ്യാമെന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ കൊലപാതകം. കൊടും ദാരിദ്ര്യത്തിനിടയിലും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടയിലാണ് ചന്ദ്രബോസിനെ വ്യവസായി നിസാം ദാരുണമായി കൊലപ്പെടുത്തുന്നത്. കൂലിപ്പണിയെടുത്തും വീട്ടുപണി ചെയ്തും ജീവിക്കുന്ന ദരിദ്ര കുടുംബത്തോട് ചെയ്ത സമ്പന്നന്റെ കൊടും ക്രൂരതയുടെ നേർചിത്രമാണ് ചന്ദ്രബോസിന്റെ ജീവിതം. 8 വർഷമായി ശോഭ സിറ്റിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്ന ചന്ദ്രബോസ് ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് നിസാമിന്റെ ആക്രമണത്തിനിരയായി മരണപ്പെട്ടത്. പെയിന്റിംഗ് ജോലിക്കാരനായും ഓട്ടോ ഡ്രൈവറായും കൂലിവേലക്കാരനായും കഠിനാധ്വാനിയായി വേഷപ്പകർച്ച നടത്തിയതെല്ലാം മക്കളുടെ പഠനത്തിനായിരുന്നു. അങ്ങനെ അധ്വാനിച്ചാണ് ചന്ദ്രബോസിന് മൂത്തമകൾ രേവതിയെ എഞ്ചിനീയറിംഗിന് അയക്കാനായത്. ഭാര്യ ജമന്തിയും കൂലിവേല ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥിനിയായ അമൽദേവ് എന്ന മകനും ഇവർക്കുണ്ട്. പഞ്ചായത്തിന്റെ സഹായത്തോടെ 4 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച വീട്ടിൽ ഒരു മുറി കൂടി പണിയുന്നതിന്റെ പരിശ്രമത്തിനിടയിലാണ് കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി ഗൃഹനാഥന്റെ ദാരുണാന്ത്യം. ഫ്ളാറ്റിന്റെ ഗേറ്റ് തുറക്കാൻ വൈകിയെന്ന നിസാര കാരണം പറഞ്ഞായിരുന്നു ചന്ദ്രബോസിനുമേൽ ആഡംബരത്തിന്റെ കാർ കയറ്റി നിസാമിന്റെ ക്രൂരവിനോദം. ചന്ദ്രബോസിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം എന്നെങ്കിലും രക്ഷപ്പെടുമെന്ന നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം ഈ മരണത്തോടെ അലിഞ്ഞില്ലാതായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.